ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറും തേങ്ങാ ചമ്മന്തി ബീഫും കൂട്ടത്തിൽ പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഇത് നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു നാടൻ വിഭവമാണ്. അതിനായിട്ട് 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പും 1 സവാള മുറിച്ചിടുക. അതിലൊരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവും വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കണം. പിന്നെ 2 ടീസ്പൂണും വെളിച്ചെണ്ണ, പിന്നെ 2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് അത് അടുപ്പത്ത് വെച്ച് മൂടി വെക്കുക. പിന്നെ ഒരു 3 വിസിലൊക്കെ വരുമ്പോൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് തേങ്ങാച്ചോറ് തയ്യാറാക്കാനുള്ള അരി എടുക്കാം. അതൊരു 4 ഗ്ലാസ് അരിയാണ് എടുത്തത്, ജയ അരിയാണ് എടുത്തത്. ഒരു 15 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ ഒരു അരമുറി തേങ്ങ മതി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത് തിരുമ്മി യോജിപ്പിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്നും കൂടി നന്നായി തിരുമ്മി വെള്ളം ഒഴിക്കുക. അരി എടുത്തതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് അടച്ച് വെക്കുക. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിനായി വേറൊരു ചട്ടി എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. അതിൽ കുറച്ച് സവാള അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത് ഇടുക. അത് കുറച്ച് നന്നായി വഴറ്റണം. അതിലേക്ക് ഒരു തരി ഉപ്പിടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ മതി. അതും കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി അതും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ഈ ബീഫ് അതിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ ചാറൊക്കെ ഇതിൽ നന്നായിട്ട് വറ്റി വരണം. ബീഫ് നന്നായി ഇളക്കി അതിൻ്റെ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യണം. അടുത്തത് നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. 5 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 1 മുറി തേങ്ങ, ഒരു വലിയൊരു മുറി തന്നെ ആയിക്കോട്ടെ. കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അത് ചതച്ചെടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് എന്തായി നോക്കണം. അതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ ചെറുനാരങ്ങേൻ്റെ പകുതിയാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചമ്മന്തി റെഡി. ഇനി നമുക്ക് തേങ്ങാച്ചോറ് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കറക്റ്റ് പാകമായി. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. തേങ്ങാച്ചോറ് റെഡിയായി. ഇനി ബീഫും കൂടെ റെഡിയായാൽ നമുക്ക് വിളമ്പാം. ഇനി തേങ്ങാച്ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഫ് വെള്ളമൊക്കെ പറ്റി സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എൻ്റെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് തേങ്ങാച്ചോറ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.